തിരുവിതാംകൂറിന്റെ പേര് കേട്ട സംസ്കാരത്തിന് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് തിരുവിതാംകൂർ സദ്യ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെട്ടിരുന്ന വിശാലമായ തിരുവിതാംകൂർ രാജ്യത്ത് രാജാക്കന്മാരുടെ ശക്തി അളന്നിരുന്നത് സൈന്യത്തിന്റെ വലിപ്പം കൊണ്ടല്ല, അതിഥിക്ക് വിളമ്പുന്ന സദ്യ കൊണ്ട് കൂടിയായിരുന്നു. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, വിശക്കുന്നവനെ സംതൃപ്തനാക്കി വിടുന്ന രാജാവാണ് യഥാർത്ഥ രാജാവ് എന്ന്. തിരുവിതാംകൂർ സദ്യ വിളമ്പുന്ന രാജപരിചാരകർ ഇടയ്ക്കിടെ അതിഥിയോട് കുറച്ചുകൂടി വേണോ, ഇനി പരിപ്പിടട്ടെ, പായസം കുറച്ചുകൂടി തരട്ടെ എന്ന് അതിഥി സംതൃപ്തിയാകുന്നതുവരെ ചോദിക്കണം എന്നത് തിരുവിതാംകൂർ സദ്യയുടെ രാജകീയ രീതിയാണ്. സദ്യയിൽ എല്ലാവർക്കും ഒരേ രീതിയിലാണ് ഭക്ഷണം വിളമ്പുന്നത്. രാജാവായ സാധാരണക്കാരനായാലും വാഴയിലയിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഈ രീതി സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. NH47 ഈ ഓണത്തിന് വെറും ഒരു സദ്യ മാത്രമല്ല വിളമ്പുന്നത്, ഒരു രാജവംശത്തിന്റെ പാരമ്പര്യവും ആ നാടിന്റെ ഓർമ്മകളും വാഴയിലയിൽ വീണ്ടും ജീവിപ്പിക്കുകയാണ്. ഓഗസ്റ്റ് 16 മുതൽ നിങ്ങൾക്ക് NH-ലേക്ക് വരാം. ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യൂ. തിരുവിതാംകൂർ സദ്യ വെറും രുചി മാത്രമല്ല, തലമുറകളെ ബന്ധിപ്പിക്കുന്ന രുചിയുടെ വലിയ ചരിത്രമാണ് പങ്കുവെക്കുന്നത്. ഓണത്തിനൊന്നാമൻ NH തന്നെ.